ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് പോണേന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ അന്തരീക്ഷം കണ്ടാൽ തന്നെ അറിയാം ഇന്ന് നല്ലൊരു വെയിൽ കിട്ടുന്ന ദിവസമായിരിക്കും. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് വെയിൽ വരാനൊന്നും കാത്തുന്നില്ല. വിറകൊക്കെ എടുത്തിട്ടു. നേരത്തെ ഇടാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെയിൽ കൊണ്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അപ്പം നീരെടുക്കാൻ വരും. പിന്നെ തലവേദനിച്ച് ആ ഒരു ദിവസം മുഴുവൻ പോക്കായിരിക്കും. പിന്നെ നേരെ ക്ലീനിങ്ങിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അടിച്ചു വാരിയിട്ട് തുടയ്ക്കണം. റൂമുകളുണ്ട്, ഹാളുണ്ട്. അപ്പം ഈ ഈ ചാക്കൊക്കെ കട്ടിൽമേലായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം റൂം ലോക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതൊന്ന് ജാമായി. അപ്പോൾ ഇന്നലെ ഇവിടെ കിടക്കേണ്ടി വന്നു. അപ്പോൾ ആ ചാക്കൊക്കെ ഞാൻ തന്നെയാണ് നിലത്തേക്ക് ഇറക്കി വെച്ചത്. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങൾ കിടക്കുന്ന റൂം. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഏട്ടൻ നീക്കാൻ കുറച്ച് ലേറ്റായ കാരണം കൊണ്ട് ബെഡ്ഷീറ്റൊന്നും മടക്കിയിട്ടില്ല. ഇന്നലെ രാത്രി ആൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ലേറ്റായിട്ട് നീറ്റത്. ഇത് പിന്നെ കുറച്ച് തിരുമ്പുള്ളതാണ്. കൂട്ടത്തിലൊരു റൂമും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തു എന്നാണ് വിചാരിച്ചത്. പക്ഷെ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അത് ഞാൻ എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പം ഞാൻ അടിച്ചു വരുമ്പോൾ ഏട്ടനോട് പറഞ്ഞു ചെറിയൊരു ഭാഗം ഒന്ന് എടുത്ത് തരുമോ ചോദിച്ചപ്പോൾ അങ്ങനെ എടുത്തുന്നതാണ് ആൾ. വേറെ ആരുടെ ഹെൽപ്പില്ലാത്ത കാരണം ഞാൻ തന്നെയാണ് ഫോൺ അവിടെ എവിടെയും കുത്തിച്ചാരി വെച്ചിട്ട് എടുക്കണം കേട്ടോ. ഈ മാറാല തട്ടലൊന്നും എപ്പോഴുള്ള പരിപാടിയൊന്നുമല്ല. എന്തായാലും അത്താണ് ഒന്നാം തീയതി പണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറേശ്ശെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം ചെയ്യേണ്ടി വരില്ല. അവിടെ താഴെ കൊടുക്കുന്നത് നമ്മുടെ ടേബിളിലുള്ള ഷീറ്റാണ്. അപ്പോൾ ആ ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ടേബിളൊക്കെ ഒന്ന് നന്നായി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയിട്ട് അങ്ങനെ ഇരിക്കുക കാരണം കൊണ്ട് തന്നെ ടേബിളിൻ്റെ ആ ഒരു വൃത്തി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഷീറ്റും കൂടി ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മാറാലൊക്കെ തട്ടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ മാറാലൊക്കെ തട്ടിയിട്ട് അടിച്ചു വരി ക്ലീനാക്കി. ഇനി നമുക്ക് തുടയ്ക്കാനുണ്ട്. അടുക്കള എന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കാരണം അടുക്കളയിൽ ഇത്തിരി അല്ലാത്തൊരു കൂടുതൽ പാത്രങ്ങളുണ്ട്. ഈ റാക്കമ്മലുള്ളതൊന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യണതൊന്നുമല്ല. നല്ല പരിപാടിയൊക്കെ ഉള്ളപ്പോൾ എടുക്കുന്നതാണ്. പിന്നെ കുറേയൊക്കെ താഴെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ഉള്ളപ്പോൾ നമുക്ക് ഒരുപാട് വൃത്തികേടായിട്ട് തോന്നും. അത് കഴിഞ്ഞ് ടേബിൾ ഞാനൊന്ന് കുറച്ച് ഷാമ്പൂ ഇട്ടിട്ട് കഴുകി ശേഷം തുടയ്ക്കാനുള്ള പുറപ്പാടിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനക്ക് കഞ്ഞി എടുക്കണം, എണ്ണ തേപ്പിച്ച് കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കഞ്ഞി ഞാൻ നേരെ ഏട്ടനെ ഏൽപ്പിച്ചു. അത്രയും എനിക്ക് ഫ്രീ ആയി കിട്ടുമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു രൂപമാണിത്. ഇവിടെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. എപ്പോൾ വൃത്തിയാക്കുമ്പോഴും ഈ സാധനങ്ങളൊക്കെ ഓരോരുത്തർക്ക് ആവശ്യമുണ്ടല്ലോ വിചാരിച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെക്കും. പക്ഷെ അതൊന്നും നോക്കിയില്ല. വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് അവിടെ വെക്കാൻ തന്നെ പറ്റുള്ളൂ. പക്ഷെ നമ്മളത് യൂസ് ചെയ്തിട്ട് ചെയ്യൂല. അപ്പോൾ കുറേയൊക്കെ മാറ്റി. ഇതാണ് കേട്ടോ ഞാൻ എടുക്കാൻ വിട്ടുപോയി പറഞ്ഞ റൂം. ഇവിടെ അച്ഛനും അമ്മയാണ് കിടക്കണത്. അടുക്കളയിലെ കുറച്ചൊക്കെ പാത്രം റാക്കിൻ്റെ മുകളിലേക്ക് വെച്ചു. അപ്പോൾ അത്യാവശ്യം സ്പേസ് കിട്ടിയ പോലെ ഉണ്ട്. പിന്നെ ഇതേ ടൈമിൽ തന്നെ ഞാൻ മെഷീൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 ചവിട്ടി ഞാൻ കല്ലുമ്മ തിരുമ്പിയതാണ് കേട്ടോ. ചവിട്ടിയൊന്നും മെഷീനിലിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ തുണികളൊക്കെ തിരുമ്പി സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം മെഷീൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനതൊന്ന് എടുക്കുക, ഉണക്കുക, ഇത്രയേ ഉള്ളൂ പരിപാടി. ഉണക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയുള്ള ടൈമിലൊക്കെ ഞങ്ങൾ മുകളിലാണ് കൊണ്ടുപോയി ഉണക്കിയിരുന്നത്. ഇപ്പോൾ വെയിൽ വന്ന കാരണം കൊണ്ട് പുറത്ത് ഉണക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയിൽ നമ്മുടെ ടേബിളിൽ കിടക്കുന്ന ഷീറ്റ് കഴുകാൻ വേണ്ടി വന്നതായിരുന്നു. ഇനി തുണികൾ ഉണക്കിയിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കഴുകാനുള്ളതല്ലേ വിചാരിച്ച് ഞാൻ അവിടെ ഇടുകയും ചെയ്തു. ഇപ്പോൾ തുണികളൊക്കെ ഉണക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് കഴുകുക. ഞാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ എളുപ്പം സോപ്പും പൊടിയല്ലേ വിചാരിച്ചു കുറച്ച് സോപ്പും പൊടിയൊക്കെ എടുത്തിട്ടാണ് ഷീറ്റ് കഴുകാമെന്ന് വിചാരിക്കണം. അങ്ങനെ ഷീറ്റൊക്കെ നല്ല വൃത്തിയിൽ കഴുകി കുറേ നേരം അതിൻ്റെ മുകളിൽ മെനക്കിട്ടു കേട്ടോ. കാരണം എല്ലാ ഭാഗത്തേക്കും എത്തണം, എല്ലാ ഭാഗത്തും വൃത്തിയാണെന്നുണ്ടെങ്കിൽ 2 ഒരച്ചാലൊന്നും റെഡിയാവില്ല. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് നല്ല വൃത്തിയാക്കി എടുത്തു. കാരണം ടേബിൾ എത്ര വൃത്തി ഉണ്ടെങ്കിലും നമ്മുടെ ഷീറ്റ് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വൃത്തി കിട്ടൂല. അപ്പോൾ ആ ഒരു നിറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉരയ്ക്കേണ്ടി വരും.
അങ്ങനെയാണെങ്കിൽ പുതിയൊന്ന് വാങ്ങിക്കാന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വാങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല, വലിയ കുഴപ്പമില്ല. നമ്മൾ വിചാരിച്ചത് വൃത്തിയായി കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം അത് തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ ഞാൻ കെട്ടിമറിഞ്ഞിട്ടുണ്ട്. ചെറിയ കല്ലായതുകൊണ്ട് അതിന്മേലിട്ടിട്ട് കഴുകാൻ കുറച്ച് റിസ്ക്കാണ്. ഈ മുന്നിലുള്ള ടൈലിട്ട തറയുമ്പോൾ കഴുകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സൈഡിലായിട്ടൊരു മത്തൻ്റെ വള്ളി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിത് ഉരയ്ക്കുന്ന ടൈമിൽ ആ വള്ളിയൊക്കെ കേടുവന്ന് പോകും. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ആ കല്ലുമ്പോൾ തന്നെ ഇട്ട് ഉരച്ചത്. മോൻ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനിപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ, ഇനി കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്ന ടൈമിലാണ് അടുത്തൊരു പണി കിട്ടിയത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പണി. ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ സമയം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ടുള്ളൊരു പണിയാണ്. പക്ഷെ ഇതിലേക്ക് തിരിഞ്ഞ് വരുമ്പോഴേക്കും ടൈം പോണത് അറിയണേ ഇല്ല. ഇനി കിട്ടിയ പണി എന്തായിരിക്കുന്നു? ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറി വയ്ക്കാൻ വല്ലതും വാങ്ങിക്കൊണ്ടുവരണമെന്ന്. മീനും ഇറച്ചി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ വിചാരിച്ച്. അപ്പോൾ ഏട്ടനൊരു കീസ് കൊണ്ടുവന്നപ്പോൾ അത്യാവശ്യം അതിലുണ്ട്. ഞാൻ വലിയ ആകാംക്ഷയോട് കൂടിയിട്ട് അതെടുത്തപ്പോൾ അതിൽ നമ്മുടെ ആട്ടുംകുടലായിരുന്നു. എനിക്കാണെങ്കിൽ ആട്ടുംകുടലൊന്നും പറ്റില്ല കേട്ടോ, ഞാൻ കഴിക്കാറില്ല ആടും ബീഫൊന്നും. ഇവിടെ വന്നതിന് ശേഷമാണ് ആട്ടുംകുടൽ വൃത്തിയാക്കണത് തന്നെ ഞാൻ കണ്ടുപഠിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അമ്മ വരാനൊന്നും കാത്തു നിന്നില്ല. അവർ പണി മാറ്റി വരുമ്പോൾ അവർക്കത് ഇടങ്ങേറല്ലേ, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് എനിക്ക് വൃത്തിയാക്കിയിട്ട് അറിയാം അപ്പോൾ ഇവിടെ നിന്നിട്ട്. അപ്പം ഞാൻ തന്നെ ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് ഒക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് യൂട്യൂബ് നോക്കി നന്നായി വരട്ടിയെടുത്തു. മോൻ ഉറങ്ങിയ കാരണം കൊണ്ട് തന്നെ ഏട്ടനെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് മോൻ്റെ കൂടെ പോയി കിടന്നു. സത്യം പറഞ്ഞാൽ അത് വൃത്തിയാക്കി റെഡിയായി വന്നപ്പോഴേക്കും 3 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവരെ മോനും എണീറ്റിട്ടില്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ടുമില്ല, ഏട്ടനും കഴിച്ചിട്ടില്ല. പിന്നെ ഞാനത് കഴിക്കാത്ത കാരണം കൊണ്ട് എനിക്കൊരു തക്കാളി കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. ഇന്നത്തെ ഒരു 3/4 ഭാഗവും ഇങ്ങനെയാണ് പോയത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.